ഹലോ ഗൈസ്, നമ്മൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് CS കളിക്കായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ ഇടാൻ വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് ടൈം വീഡിയോ അല്ലേ, നമ്മുടെ കളിയുടെ പെട്ടെന്ന് എടുത്ത സൈഡിൽ നിന്ന് കയറി വന്നപ്പോൾ നമ്മളൊരു 2 ഹെഡ് ഷോട്ട് എടുത്തിട്ടാണ് നോക്കാക്കി ഇട്ടു. നമ്മുടെ ടീംമേറ്റ് അവനെ ഫിനിഷ് ചെയ്തു, നമ്മൾ ഫിനിഷ് ചെയ്യാൻ കൂടി. നമ്മൾ സൈഡിൽ കൂടെ ഓടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തനെ കണ്ടത്. നമ്മൾ അവനെയും ഒരുപാട് അടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പെട്ടെന്ന് നമ്മളൊന്ന് ശ്രമിച്ചു, ഒന്നുകൂടി അടിച്ച് വയ്ക്കുമ്പോൾ അവൻ ഓക്കെ. അപ്പോഴാണ് ബാക്കിൽ നിന്ന് എടുത്ത് നമ്മൾ അടിച്ച് വീഴ്ത്തിയത്. നമ്മൾ അപ്പോൾ ടീംമേറ്റിന് ഹെൽപ്പ് ചോദിച്ചപ്പോൾ ടീംമേറ്റ് ആ കളി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് 2 കില്ല് നമുക്കും 2 കില്ല് നമ്മുടെ ടീംമേറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ആ കളി ജയിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോയി. രണ്ടാമത്തെ റൗണ്ടിൽ ഏത് കണ്ണെടുക്കുകയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആലോചിച്ചപ്പോൾ ഒന്നും ഓർമ്മ വന്നില്ല. പെട്ടെന്ന് തോമസ് അങ്ങോട്ട് എടുത്തു. തോമസ് എടുത്തിട്ട് കുറച്ച് നേരം പട്ടി ഷോ കാട്ടി ടീംമേറ്റിൻ്റെ മുന്നിൽ. അങ്ങനെ പട്ടി ഷോ കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ടൈം കഴിയണില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പട്ടി ഷോ കാട്ടിക്കൊണ്ടിരിക്കുന്നു ഇമോട്ടൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മൾ ഇത് നോക്കിയപ്പോൾ 1 മുട്ടയാണ് ഇപ്പോൾ അവർക്ക്. നമ്മൾ നേരെ സമയം കഴിഞ്ഞതും ഓടി സ്റ്റെപ്പ് കയറിക്കൊണ്ടേയിരുന്നു. സ്റ്റെപ്പ് കയറുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ സൈഡിൽ കൂടെ പോകുന്നത് കണ്ടത്. നമ്മൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ആ പെട്ടിയുടെ ബാക്കിൽ ഒളിച്ച് നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സൈഡിൽ നിന്ന് ഒരു അടി കൊണ്ടു. എവിടെ നിന്ന് നോക്കിയപ്പോൾ എത്തി സൈഡിൽ നിന്ന് അടിക്കുന്നു. നമ്മൾ ഹെഡ് ഷോട്ട് എടുത്ത് 2 ഡാമേജ് കൊടുത്തപ്പോൾ നമ്മുടെ ടീമേറ്റ് ഗുമ്മി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് കയറി പോകുമ്പോൾ എടുത്ത് നമ്മുടെ ടീമേറ്റ് അടിച്ചു. നമ്മൾ ഷോ കാട്ടാൻ വേണ്ടി നേരെ കയറിപ്പോയപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നല്ലൊരു അടി കിട്ടി. പിന്നെ ബാക്കി നമ്മൾ ഫിനിഷ് ചെയ്തു. നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ചെയ്തു. നമ്മുടെ ടീമേറ്റ് ഒരുത്തരെ ഫിനിഷ് ചെയ്തു. അങ്ങനെ 1 vs 1 ആയിരിക്കുന്നു. ഇവൻ വലിയ പ്രോ പ്ലെയറെ വിചാരിച്ചു ഞാൻ. ഒരുപാട് നേരം എനിമികളെ തപ്പിക്കൊണ്ടിരിക്കുന്നു, അവനെ കണ്ടില്ല. അങ്ങനെ ഒരുപാട് നേരം തപ്പിയിട്ട് ലാസ്റ്റ് ഇവിടെ ഒന്നും ഇല്ല മനസ്സിലായപ്പോൾ പുറത്ത് പോയിട്ട് നോക്കിയത്. അപ്പോൾ അതാ എനിമി നിൽക്കണു. നമ്മുടെ ടീമേറ്റ് പെട്ടെന്ന് കയറിപ്പോയിട്ട് ബസ്സിൻ്റെ ബാക്കിൽ ഒളിച്ചു. അപ്പോഴാണ് അവളത് സൈഡിൽ നിന്ന് കണ്ടത്. അവൾ ഓടി. നമ്മുടെ ടീമേറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഓടി നേരെ. നമ്മുടെ ടീമേറ്റ് നേരെ പോയി ഓടിയിട്ട് ബസ്സിൻ്റെ ബാക്കിൽ വീണ്ടും പോയി ഒളിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ടീമേറ്റ് വലിയ പ്രോ പ്ലെയർ ആണെന്ന് വിചാരിച്ചപ്പോൾ അവനൊരു ബോട്ടായിരുന്നു. അവൻ സോണിൻ്റെ ഉള്ളിൽ പോയി നിന്നിട്ട് കളി അവർക്ക് ജയിപ്പിച്ചു കൊടുത്തു. പക്ഷെ നമുക്ക് വിഷമമില്ല, നമ്മൾ അടുത്ത കളി എടുക്കും. അവിടെ 1-1 നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോയി. നമ്മൾ ഏത് കണ്ണ എടുക്കാൻ ആലോചിച്ചു. വീണ്ടും തോമസിൻ്റെ ഓർമ്മ വന്നപ്പോൾ തോമസും ഡെസേർട്ടിങ് കൊടുത്തു. ഡെസേർട്ടിങ് കളിക്കറിയാത്തതുകൊണ്ട് നേരെ നമ്മൾ സാധാരണ ഒരു കണ്ണെടുത്തു. നമുക്കിതുകൊണ്ട് കളിക്കാനൊന്നും അറിയില്ല, എന്നാലും പട്ടി ഷോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് നേരം ഇമോട്ടും ഷോട്ട് ഇട്ടൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ ഓരോ ഇമോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ടീമേറ്റിനെ മോട്ടിവേഷൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ടീമേറ്റ് കുറച്ച് മോട്ടിവേഷൻ കയറി, നമ്മൾക്കും മോട്ടിവേഷൻ കയറി. നമ്മൾ നേരെ കയറി. പെട്ടെന്ന് എടുത്ത സൈഡിൽ നിന്ന് കണ്ടു. നമ്മൾ നേരെ ഓടിക്കയറി സൈഡിലേക്ക്. വീണ്ടും ആ പെട്ട സൈഡിൽ പോയി. അവിടെ നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് ശ്രമിച്ചു. അവിടെ തല പുറത്തേക്ക് കൊണ്ടില്ല, നമുക്ക് അടിക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ പോയിരുന്നു. എന്നിട്ട് അവിടെ അവൻ്റെ തല കാണാത്തത് വീണ്ടും നേരെ കയറി പോകുമ്പോഴാണ് ഗൈസ് പെട്ടെന്ന് എനിമി കയറി വന്നത്. നമുക്കിതൊക്കെ നിസ്സാരം. നമ്മൾ അവനെ നോക്കിട്ടു. അപ്പോഴാണ് മറ്റവൻ കയറി വന്ന് നമ്മൾ പെട്ടെന്ന് ഓറിയിട്ടു. എന്നിട്ട് അവനെ തീർക്കാൻ പോയപ്പോൾ നമ്മുടെ ടീമേറ്റ് 2 തീർത്തു കഴിഞ്ഞു. നമ്മൾ മൂന്നാമത്തെ കളി എടുത്തു, ഇമോട്ട് ഇട്ടു. അങ്ങനെ 2-1 ഇപ്പോൾ സമം. ആ നേരത്ത് നമ്മൾ ഏത് ഗണ്ണ് എടുക്കുകയെന്ന് വെച്ചാൽ തോമസ് എടുത്തു. അപ്പോൾ നമുക്ക് നിലത്തുനിന്ന് ഗണ്ണും കിട്ടി, ലോങ് റേഞ്ച് ഗണ്ണും കിട്ടി. നമ്മൾ പിന്നെ മഷ്റൂം മേടിച്ചു, ഓറിയൻ ഫുള്ളാക്കി. വീണ്ടും പട്ടി ഷോ കാട്ടി ഒരുപാട് നേരം. തോമസ് ഉണ്ട്. തോമസിലൊരു പുലിയാണ്, പക്ഷേ ഇത് കളിക്കുമ്പോൾ കാണൂല എന്നുള്ളൂ ഈ പട്ടി ഷോ. അങ്ങനെ നമ്മൾ നേരെ ഓടിയിട്ട് സൈഡിൽ കൂടെ പോയപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഓടിയപ്പോൾ എനിമീനെ കണ്ടില്ല. അവിടുന്ന് നമ്മൾ വീണ്ടും ഓടി നേരെ അങ്ങോട്ട് കയറി. നമുക്ക് കുറച്ച് ജലദോഷം ചുമയൊക്കെ ഉണ്ടായിരുന്നു, ശബ്ദം ഇങ്ങനെയാണ്. നമ്മൾ പിന്നെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ ഒരുത്ത സൈഡിൽ നിൽക്കുന്നത് കണ്ടു. അതേനെ സ്റ്റെപ്പ് കയറി തന്നെ കണ്ടു. നമ്മളൊന്നും നോക്കിയില്ല, സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയി. അവൻ കയറി വരാൻ വേണ്ടി കാത്തിരുന്നു. പെട്ടെന്ന് അവൻ കയറി വന്നു. നമുക്ക് നല്ല ഡാമേജ് കിട്ടി, അവനക്ക് നല്ല ഡാമേജ് കിട്ടി. പെട്ടെന്ന് ഞാൻ ഓറിയോ ഇട്ടു, അവൻ ഗ്ലൂ ഇട്ടു. പക്ഷെ നമ്മൾ അവനെ വിട്ടില്ല. തോമസ് നല്ല പേട വെച്ച് കൊന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാക്കിൽ നിന്ന് അടി കിട്ടി.
നമ്മൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ടീമേറ്റ് വിളിച്ച്, പക്ഷെ ആരും വന്നില്ല, അടുത്താരും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിന് ചാടിയിട്ട് താഴത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് തടസ്സം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ചാടി പെട്ടെന്ന് നമ്മൾ എനിമിയുടെ മുന്നിലേക്കാണ് പോയി വീണത്. സ്പോട്ടിൽ ചത്തു. പിന്നെ നമ്മൾ ടീമേറ്റ് അങ്ങോട്ട് നോക്കി, കളിയൊക്കെ നോക്കി. പിന്നെ നമ്മൾ ടീമേറ്റ് അങ്ങനെ കയറിപ്പോയപ്പോൾ ഒരുത്ത ബാക്കിലുണ്ടായിരുന്നു, അവന് നോക്കി അവർ തമ്മിൽ അങ്ങനെ ഇതായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഗുമ്മി നടക്കുകയായിരുന്നു നമ്മുടെ ടീമേറ്റ്. പിന്നെ ഇങ്ങനെ നമ്മളെ ബാക്കിയുള്ള 2 പേരെ നോക്കുമ്പോഴാണ് 2 vs 2 ആയപ്പോൾ ഒരുത്തരെ കൂടി നോക്കാക്കി 1 vs 2 ആയി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടീമേറ്റിൽ ഒരാൾ നോക്കായി. പിന്നെ അവർക്ക് നല്ല ഡാമേജ് ഉണ്ടാകും, ഒളിച്ചിരുന്നു. പെട്ടെന്നാണ് അവൻ ഒരു ഹെഡ് ഷോട്ട് അടിച്ച്, നമ്മൾ തന്നെ കണ്ടില്ല എവിടെയാണ് എനിമീന്ന്. അങ്ങനെ അവൻ ആ കളി എടുത്ത് തന്നു നമ്മുടെ ടീമേറ്റ്. അങ്ങനെ ലാസ്റ്റ് 5ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോയി. പിന്നെ നമ്മൾ തോമസും ഒരു ഡെസേർട്ടുകൾ എടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ അതെടുത്തു. പിന്നെ സ്നോ മേടിച്ചിട്ട് നമുക്കൊരു ഉപകാരമൊന്നുമില്ല, നമ്മൾ വയ്ക്കില്ല, നമ്മൾ പട്ടിഷോ കാട്ടാനാണ്. പെട്ടെന്നാണ് നിലത്തുനിന്ന് ലോങ് റേഞ്ച് കിട്ടി, നമുക്ക് അതും കിട്ടി. അപ്പോൾ നമ്മൾ പെടായിട്ട് കളിക്കും നമുക്ക് മനസ്സിലായി. പിന്നെ വീണ്ടും പട്ടിഷോ കുറച്ച് നേരം കാട്ടി, അങ്ങനെ ടൈം കഴിഞ്ഞു. നമ്മളങ്ങനെ പുറത്തേക്ക് ഓടി, കൺഫ്യൂഷനായിരുന്നു. അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഓടി. അവിടുന്ന് സൈഡിലേക്ക് പോയപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു എനിമീനെ താഴത്തു കൂടെ ഓടിയതിനെ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ അടിക്കാൻ വേണ്ടി നേരെ കയറി പോയിട്ടു. പെട്ടെന്ന് നമുക്ക് നല്ല ഡാമേജ് ഉണ്ട് അവിടെ മേളിലേക്ക് എത്തിയിട്ട്. നമ്മൾ എന്ത് കാട്ടി, നമ്മൾ വേഗം മെഡിക്കറ്റ് നേരെ ഓടി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓടിപ്പോയിട്ട് നമ്മൾ നേരെ പെട്ടിയുടെ ബാക്കിൽ പോയി. ഇവിടുന്ന് അവളെ കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലെ നിന്ന് കയറി നിന്നിട്ട് അവളെ കുത്തി പിടിച്ച് അങ്ങോട്ട് കൊന്നു. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് 2 എനിമികളെ നമ്മൾ സൈഡിൽ കണ്ടത്. നമ്മളൊന്നും നോക്കിയില്ല, ഇവിടുന്ന് അടിച്ചു. പക്ഷെ അവർക്ക് മാറി കൊണ്ടാണ്ട് അവർ നോക്കായില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. അവരോടി രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ ഓടി റഷ് ചെയ്യാൻ വേണ്ടി. അവരെ ഓടിപ്പോയപ്പോൾ നമ്മൾ റഷ് ചെയ്യാൻ വേണ്ടി കയറിപ്പോയി. പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് നിന്നു, എവിടെയെങ്കിലും ഒളിച്ചിക്കൊണ്ട് നോക്കി. എന്നിട്ട് നേരെ നമ്മൾ കയറിപ്പോയി നോക്കി. അപ്പോഴാണ് ഒരുത്ത സൈഡിൽ കൂടെ പോണത് കണ്ട്. ഫസ്റ്റ് നമ്മൾ അവനെ അടിക്കാൻ നോക്കി, കുറച്ച് വെടി കൊണ്ടില്ല. വീണ്ടും ശ്രമിച്ചു, തല പുറത്തേക്കിട്ട് കിട്ടിയില്ല. വീണ്ടും അവൻ ഗ്ലൂ ഇട്ട് രക്ഷപ്പെട്ടു. കുറച്ച് ഡാമേജ് നമ്മൾ കൊടുത്തു. എന്നാലും നേരെ റഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഓറിട്ട് പെട്ടെന്ന് അവനടിക്കാൻ നോക്കിയപ്പോൾ ആറെടുത്തേക്ക് വരും. ഹെഡ് കയറി 2 ഹെഡ് കൊടുത്തു. ഇവനെ അങ്ങോട്ട് നോക്കാക്കി, കളി അങ്ങോട്ട് നമ്മളെടുത്തു. പിന്നെ ഇത് കാണാനല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളെ കൊമ്പ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശരി.